പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പുതിയ ഒരു സുവിശേഷം നമ്മൾ പഠിക്കാൻ ആരംഭിക്കുകയാണ്. കർത്താവിൻ്റെ കരുണയിൽ നമുക്ക് ആശ്രയിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ വചന പഠനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൃപാവരം ശക്തമായി നമ്മൾ ഓരോരുത്തരുടെ മേലും നിറയുന്നതിന് ദാഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ വചന പഠനം നമുക്ക് ആരംഭിക്കാം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയുടെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ബുദ്ധിക്ക് പ്രകാശവും ആത്മാവിന് ചൈതന്യവും ലഭിക്കുന്നതിന് നമുക്ക് ആഗ്രഹിക്കുകയും ദാഹിക്കുകയും ചെയ്യാം. വചനം പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിച്ചാൽ മാത്രമേ വചനം നന്നായി പഠിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. രണ്ട് നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കാം. എഫേസ്യോസ് 1:17 ഹൃദയം തുറക്കപ്പെടാൻ വേണ്ടി പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. എഫേസ്യോസ് 1:17 ഇങ്ങനെയാണ് വചനം പറയുന്നത്: നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ഇതൊരു പ്രാർത്ഥനയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. അപ്പോൾ ഈ പ്രാർത്ഥന നമുക്ക് എങ്ങനെ ചൊല്ലാം? ഞാൻ ചൊല്ലിത്തരുന്നത് പോലെ ഏറ്റുചൊല്ലാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ എനിക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് എന്നെ നയിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ എനിക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് എന്നെ നയിക്കട്ടെ. ഹല്ലേലൂയ. ഈ ഈശോയുടെ വലിയ കൃപ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് കടക്കാം. യോഹന്നാൻ്റെ സുവിശേഷം അപൂർവമായ ഒരു നിധി മറച്ചു വെച്ചിട്ടുള്ള സുവിശേഷമാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളെ വിളിക്കുന്നത് സമാന്തര സുവിശേഷങ്ങളെന്നാണ്. സിനോപ്റ്റിക് ഗോസ്പൽസ്, സമാന്തര സുവിശേഷങ്ങൾ. സമാന്തര സുവിശേഷങ്ങൾ എന്നതിനെ വിളിക്കാൻ കാരണം എന്താണ്? മത്തായിയും മർക്കോസും ലൂക്കോസും പറയുന്നത് ഒരേ വിധത്തിലാണ്. യേശുവിൻ്റെ ജീവിത കഥയുടെ അനാവരണം നടക്കുന്നത് ഒരേ വിധത്തിലാണ്. അപ്പോൾ മർക്കോസാണ് ആദ്യം എഴുതപ്പെട്ട സുവിശേഷം എന്ന് കരുതപ്പെടുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷത്തിന് വിധേയമായി മത്തായിയും ലൂക്കായും സുവിശേഷം എഴുതുന്നു. അപ്പോൾ അതിന് ഒരേ പാറ്റേണാണ്. ആ പാറ്റേണ് നമ്മൾ മർക്കോസും മത്തായിയും പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ധാരണയുണ്ട്. ഗലീലയിൽ ആരംഭിച്ച യേശുവിൻ്റെ ശുശ്രൂഷ ജെറുസലേമിൽ സമാപിക്കുകയും ജെറുസലേമിൽ വെച്ച് യേശു കൊല്ലപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ മത്തായിയും മർക്കോസും ലൂക്കോസും അവതരിപ്പിക്കുന്ന യേശുവിൻ്റെ ജീവചരിത്രം ഗലീലയിൽ ആരംഭിച്ച് ജെറുസലേമിൽ അവസാനിക്കുന്ന യേശുവിൻ്റെ ജീവിതത്തെ വെളിപ്പെടുത്തുന്നതാണ്. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിന് വ്യത്യാസമുണ്ട്. വ്യത്യാസങ്ങളിലേക്ക് നമുക്ക് വരാം. വളരെ അതുല്യമായ ഒരു സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പ്രതീകമായിട്ട് കഴുകനെയാണ് പിതാക്കന്മാർ അവതരിപ്പിച്ചിട്ടുള്ളത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പ്രതീകമായിട്ട് കഴുകനെയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ വളരെ ഉയരത്തിൽ പറക്കുകയും വളരെ ആഴത്തിൽ കാണുകയും ചെയ്യുന്ന ഒരു പക്ഷിയാണ് കഴുകൻ. അപ്പോൾ അതുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് വളരെ ഉയർന്ന ദൈവശാസ്ത്രവും വളരെ ആഴത്തിലുള്ള ഉൾക്കാഴ്ചകളും നിറയുന്ന ഒരു സുവിശേഷമാണ്. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഒരു സുവിശേഷം മാത്രമേ വായിക്കാൻ ഭാഗ്യമുള്ളെങ്കിൽ യോഹന്നാൻ മാത്രം വായിച്ചാൽ മതി എന്ന് പറയാറുണ്ട്. ഒരു അക്രൈസ്തവനോട് അല്ലെങ്കിൽ യേശുവിനെ അറിയാത്ത ഒരാൾക്ക് ഒരു സുവിശേഷം കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷമാണെന്ന് പറയാറുണ്ട്. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം എല്ലാം കൊണ്ടും പ്രത്യേകത നിറഞ്ഞൊരു സുവിശേഷമാണ്. മാത്രമല്ല, യോഹന്നാൻ്റെ സുവിശേഷം പഠിച്ചു കഴിയുമ്പോൾ ശക്തമായ ദൈവാനുഭവം ഉണ്ടാകുമെന്നതിന് അനേകം ആളുകളുടെ ജീവിതം തെളിവായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ദൈവാനുഭവം നിറഞ്ഞ വളരെയധികം ഉൾക്കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന ഒരു സുവിശേഷ പഠനത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം എഴുതപ്പെട്ടത് AD 100 എഫേസോസിൽ വെച്ചാണ് എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. AD 100. ഈശോ മരിക്കുന്നത് AD 29 ഈശോയുടെ മരണം AD 29
അപ്പോൾ ഈശോയുടെ മരണത്തിന് ശേഷം ഏതാണ്ട് 70 വർഷങ്ങൾ കഴിഞ്ഞ് എഴുതപ്പെട്ട സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം. അതുകൊണ്ട് തന്നെ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മറ്റെല്ലാ അപ്പസ്തോലന്മാരും ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ടാവും. ആകെ തിരുസഭയിൽ അന്ന് അവശേഷിക്കുന്ന അപ്പസ്തോലന്മാർ 12 അപ്പസ്തോലന്മാരിൽ ആകെ അവശേഷിക്കുന്ന ആള് യോഹന്നാൻ മാത്രമാണ്. അപ്പോൾ ആ യോഹന്നാൻ അന്ന് സഭയുടെ മാർപ്പാപ്പ പോലെ ആ സഭയുടെ അദ്വിതീയനായ, പകരം വെക്കാനില്ലാത്ത സഭയുടെ ഉന്നത ശുശ്രൂഷ വഹിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം സഭാ മക്കൾക്ക് വേണ്ടി ഏതാണ്ട് 70 വർഷത്തെ ധ്യാനത്തിനും പരിചിന്തനത്തിനും പ്രാർത്ഥനയ്ക്കും എല്ലാം ശേഷം എഴുതിയ സുവിശേഷമായതുകൊണ്ട് കറ കളഞ്ഞ ഒരാത്മീയ ശക്തി, വലിയ അതുല്യമായ ഉയർന്ന ഒരു ആത്മീയ നിലവാരം ഈ സുവിശേഷത്തിനുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ഏതാണ്ട് 70 വർഷം നിരന്തരമായി ശ്രവിച്ചതിന് ശേഷം യേശുവിൻ്റെ ജീവിതത്തെ അദ്ദേഹം നോക്കിക്കാണുകയാണ്. അതുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിന് എല്ലാം കൊണ്ടും പ്രത്യേകതയുണ്ട്. വളരെ ഉയർന്ന നിലവാരമുള്ള സുവിശേഷം. അപ്പോൾ അത് എഴുതപ്പെട്ടത് എന്നാണ് AD 100-ാം ആണ്ടിലാണ് എഴുതപ്പെട്ടത്, AD 100. അപ്പോൾ ഈ സുവിശേഷം എഴുതിയത് എവിടെ വെച്ചാണ്? എഫേസോസിൽ വെച്ചാണ് ഈ സുവിശേഷം എഴുതിയതെന്ന് കരുതപ്പെടുന്നു. ഇനി നമുക്കൊരു ചോദ്യം വരാം, എന്തിനാണ് യേശുവിൻ്റെ 4 ജീവചരിത്രം? യേശുവിൻ്റെ ഒരു ജീവചരിത്രത്തിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. മത്തായി ഒരു ജീവചരിത്രം എഴുതി, മർക്കോസ് മറ്റൊന്ന് എഴുതി, ലൂക്ക വേറൊന്ന് എഴുതി, യോഹന്നാൻ അത് കഴിഞ്ഞ് 70 വർഷം കഴിഞ്ഞ് പിന്നീട് എന്തിനാണ് വീണ്ടും ഒരു സുവിശേഷം എഴുതുന്നത്? ഈ ഒരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരാം. എന്തിനാണ് 4 സുവിശേഷകന്മാർ 4 ജീവചരിത്രം എഴുതിയത്? അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, യേശു എന്ന് പറയുന്നത് നമ്മളിൽ ഒരാളുടെ ജീവിതത്തെ നോക്കിക്കാണുന്നത് പോലെ നോക്കിക്കാണാൻ പറ്റാത്തൊരു ജീവിതമാണ് യേശുവിൻ്റെ ജീവിതം. കാരണം എന്താണ്? പൂർണ്ണമായിട്ടും ആർക്കും മനസ്സിലായിട്ടില്ലാത്ത അത്ര വലിയ ഒരു വ്യക്തിത്വമാണ് യേശുവിൻ്റെ വ്യക്തിത്വം. അപ്പോൾ നമുക്ക് നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമുക്കിടയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ പോലും പൂർണ്ണമായി മനസ്സിലാക്കാൻ പാടാണ്. അപ്പോൾ യേശുവിനെ പോലെ, ദൈവപുത്രനായ യേശുവിനെ പോലെ ഒരാളുടെ ജീവിതം ഒരാൾ നോക്കിക്കാണുമ്പോൾ അത് ഒരാംഗിള് മാത്രമാണ്. അയാൾ ഒരു കാഴ്ചപ്പാടിൽ യേശുവിനെ നോക്കുകയാണ്. മത്തായി ഒരു കാഴ്ചപ്പാടിൽ യേശുവിൻ്റെ ജീവിതം കണ്ടു. വിശുദ്ധ മർക്കോസ് വേറൊരു കാഴ്ചപ്പാടിൽ യേശുവിൻ്റെ ജീവിതം കണ്ടു. ലൂക്ക മറ്റൊരു കാഴ്ചപ്പാടിൽ യേശുവിൻ്റെ ജീവിതം കണ്ടു. യോഹന്നാൻ ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായി മറ്റൊരു കാഴ്ചപ്പാടിൽ യേശുവിനെ നോക്കിക്കാണുകയാണ്. അപ്പോൾ യേശുവിൻ്റെ 4 ജീവചരിത്രങ്ങൾ യേശുവിൻ്റെ 4 ഫോട്ടോഗ്രാഫുകളാണ്. 4 ഫോട്ടോ, അതായത് ഒരെണ്ണം ഫ്രണ്ടിൽ നിന്ന് എടുത്ത ഫോട്ടോ, ഒരെണ്ണം സൈഡിൽ നിന്ന് എടുത്ത ഫോട്ടോ, ഈശോയെ 4 ആംഗിളിൽ നിന്ന് നോക്കിക്കാണുന്നതാണ് 4 സുവിശേഷങ്ങൾ. അപ്പം അതുകൊണ്ട് 4 സുവിശേഷവും കൂടി ചേരുമ്പോഴേ യേശുവിൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് യേശുവിനെ കുറിച്ച് ഏറ്റവും വ്യക്തത കിട്ടണമെങ്കിൽ 4 സുവിശേഷങ്ങളും വായിക്കണം. ഇനി ആ 4 സുവിശേഷങ്ങളിൽ ഏറ്റവും വ്യക്തത കിട്ടുന്ന സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം. അപ്പം നമ്മൾ ഈ സുവിശേഷം പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? യേശു യഥാർത്ഥത്തിൽ ആരാണ്? ഇത് നമുക്ക് മനസ്സിലായി വരുന്നത് യോഹന്നാൻ പഠിക്കുമ്പോഴാണ്. ഇനി ഈ സുവിശേഷത്തിന് ചില പ്രത്യേകത ഞാൻ ആമുഖമായി യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ചില പ്രത്യേകതകൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തേത്, വളരെ നമ്മളെ അതിശയിപ്പിക്കുന്ന ഒമിഷൻസ് യോഹന്നാൻ്റെ സുവിശേഷത്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ യോഹന്നാൻ ചില കാര്യങ്ങൾ വിട്ടുകളഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ ചില കാര്യങ്ങൾ പറയാതിരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, യോഹന്നാൻ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചോ പിറവിയെക്കുറിച്ചോ മംഗളവാർത്തയെക്കുറിച്ചോ ഒന്നും പരാമർശിക്കുന്നേയില്ല. ഈശോയുടെ ബാല്യകാലത്തെക്കുറിച്ച് യോഹന്നാൻ പറയുന്നതേയില്ല. അതുപോലെ തന്നെ ഈശോയുടെ മാമോദീസയെക്കുറിച്ച് യോഹന്നാൻ മിണ്ടുന്നില്ല. മരുഭൂമിയിൽ വെച്ച് യേശുവിനുണ്ടായ പ്രലോഭനങ്ങളെക്കുറിച്ച് യോഹന്നാൻ സംസാരിക്കുന്നേയില്ല. അതുപോലെ തന്നെ യേശു താബോർ മലയിൽ രൂപാന്തരപ്പെട്ടതിനെക്കുറിച്ച് യോഹന്നാൻ ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല. ഇനി അതിനേക്കാളൊക്കെ നമ്മളെ അതിശയിപ്പിക്കുന്നത്, ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് യോഹന്നാൻ മിണ്ടിയിട്ടില്ല. മറ്റൊരു യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഒമിഷനാണ് ഗത്സമൻ തോട്ടത്തിൽ ഈശോ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഭാഗം യോഹന്നാൻ്റെ സുവിശേഷത്തിലില്ല. അതുപോലെ തന്നെ ഈശോയുടെ സ്വർഗാരോഹണം യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടില്ല.
നമുക്ക് അത്ഭുതം തോന്നും. ഇത്രയും ആഴത്തിൽ യേശുവിനെ പരിചയപ്പെടുത്താൻ ശ്രമിച്ച ഒരു സുവിശേഷകൻ മറ്റ് സുവിശേഷകന്മാർ വളരെ അത്ഭുതത്തോടെ നോക്കിക്കാണുകയും വിവരിക്കുകയും ചെയ്ത യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ചില പ്രത്യേകതകളെ സൗകര്യപൂർവം വിട്ടുകളഞ്ഞു, മറന്നു കളഞ്ഞു, ബോധപൂർവം ഒഴിവാക്കി കളഞ്ഞു. അപ്പം അത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം നമുക്ക് വരാം. എന്തുകൊണ്ടാണ് യേശുവിൻ്റെ ബാല്യകാലത്തെയും മാമോദീസായും ഈശോയുടെ രൂപാന്തരത്തെയും പരിശുദ്ധ കുർബാന സ്ഥാപനത്തെയും സ്വർഗാരോഹണത്തെയും ഗത്സമനിയിലെ പ്രാർത്ഥനയും ഈശോയുടെ മരുഭൂമിയിലെ പ്രലോഭനത്തെയും എന്തുകൊണ്ടാണ് യോഹന്നാൻ ഒഴിവാക്കി കളഞ്ഞത്? ഈ ചോദ്യത്തിൽ നിന്ന് ഒരു വെളിപ്പെടുത്തൽ കിട്ടുകയാണ്. ആ വെളിപ്പെടുത്തൽ ഇതാണ്: മറ്റ് സുവിശേഷകന്മാർ പറഞ്ഞത് ആവർത്തിക്കാൻ യോഹന്നാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റ് സുവിശേഷകന്മാരിൽ നിന്ന് നമുക്ക് ലഭിച്ചത് വീണ്ടും ഒരിക്കൽ കൂടി പറയാൻ യോഹന്നാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, മറ്റ് സുവിശേഷകന്മാർ പറയാത്ത എന്തോ ഒന്ന് യോഹന്നാൻ പറയാൻ ശ്രമിക്കുകയാണ്. മറ്റു സുവിശേഷകന്മാര് പറയാത്തതെന്തോ ഒന്ന്, അതിൽ നിന്ന് വ്യത്യസ്തമായ എന്തോ ഒന്ന് പറയാൻ യോഹന്നാൻ ശ്രമിക്കുകയാണ്. ഇനി മറ്റൊരു പ്രത്യേകത, യോഹന്നാന്റെ സുവിശേഷത്തിൽ മറ്റ് സുവിശേഷങ്ങളിൽ ഒരുപാട് അത്ഭുതങ്ങൾ വിവരിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ആകെ 7 അത്ഭുതങ്ങൾ മാത്രമേ വിവരിച്ചിട്ടുള്ളൂ. യേശുവിൻ്റെ 7 അത്ഭുതങ്ങൾ മാത്രമേ യോഹന്നാൻ വിവരിച്ചിട്ടുള്ളൂ. മാത്രമല്ല, യോഹന്നാൻ ഈ അത്ഭുതങ്ങളെ വിളിച്ചത് അടയാളങ്ങളെന്നാണ്. അത്ഭുതങ്ങൾ എന്ന് യോഹന്നാൻ വിളിച്ചിട്ടേ ഇല്ല. യോഹന്നാൻ ഈ 7 അത്ഭുതങ്ങളെയും വിളിക്കുന്നത് അടയാളമെന്നാണ്. ഉദാഹരണത്തിന്, കാനായിൽ പ്രവർത്തിച്ച അടയാളം കണ്ട് അനേകർ യേശുവിൽ വിശ്വസിച്ചു. അടയാളം എന്ന വാക്കാണ്, സൈൻ എന്ന വാക്കാണ് യോഹന്നാൻ ഉപയോഗിക്കുന്നത്. മാത്രമല്ല, ഈ അടയാളങ്ങൾ അത് വളരെ ഇപ്പം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഇനി നമ്മൾ ഓരോ അടയാളത്തിലേക്ക് ഇത് പഠിച്ചു വരുമ്പോൾ പോകും. യോഹന്നാൻ യഥാർത്ഥത്തിൽ ഈ അടയാളങ്ങൾ എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം ഓരോ അത്ഭുതവും ഒരടയാളമാണ്. എന്തടയാളം? യേശു ആരാണെന്ന് വ്യക്തമാക്കുന്ന അടയാളം. ഓരോ അത്ഭുതവും കാണുമ്പോൾ നമ്മൾ അത്ഭുതത്തെ അല്ല കാണുന്നത്, ഈ അത്ഭുതം ചെയ്ത യേശു ആരാണ്, യേശു ആരാണെന്ന് വെളിപ്പെടുത്തുന്നവയായിരുന്നു യോഹന്നാൻ ചർച്ച ചെയ്യുന്ന അടയാളങ്ങളെല്ലാം തന്നെ. മാത്രമല്ല, വളരെ സർപ്രൈസിങ് ആയ മറ്റൊരു ഒമിഷനാണ്, മറ്റൊരു വിട്ടുകളയലാണ്. ഈശോയുടെ പ്രബോധന വിഷയമായിരുന്നു ദൈവരാജ്യം. ഈശോ പഠിപ്പിച്ചിരുന്നത് ദൈവരാജ്യത്തെക്കുറിച്ചാണ്. ഇത് നമുക്ക് 100 കണക്കിന് വാക്യങ്ങൾ ബൈബിളിൽ നിന്ന് കാണാൻ പറ്റും. ഈശോ ദൈവരാജ്യത്തെക്കുറിച്ചാണ്. ഉദാഹരണത്തിന്, ഈശോയുടെ കന്നിപ്രസംഗം, ആദ്യത്തെ പ്രസംഗം തന്നെ മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. സ്നാപക യോഹന്നാൻ വരുന്നത് മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇനി പൗലോസ് അപ്പസ്തോലനും പത്രോസ് അപ്പസ്തോലനും അപ്പസ്തോലന്മാരെല്ലാം തന്നെ ദൈവരാജ്യത്തെക്കുറിച്ചാണ് പഠിപ്പിച്ചിരുന്നത്. എന്നാൽ ദൈവരാജ്യം എന്ന് പറയുന്ന വിഷയം യോഹന്നാനിൽ ഒരു ചർച്ചാ വിഷയമല്ല. ദൈവരാജ്യത്തെക്കുറിച്ച് യോഹന്നാൻ ചർച്ച ചെയ്യുന്നില്ല. ആകെ 2 റെഫറൻസ് ആണ് ദൈവരാജ്യത്തെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിലുള്ളത്. ഒന്ന്, നിക്കോദെമോസിനോട് നടത്തുന്ന സംഭാഷണത്തിൽ ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന പരാമർശവും, പീലാത്തോസിനോട് ഈശോ സംസാരിക്കുമ്പോൾ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറയുന്ന പരാമർശവും, ഈ 2 പരാമർശങ്ങൾ, അതായത് പീലാത്തോസിനോട് സംസാരിക്കുമ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള റെഫറൻസും നിക്കോദെമോസിനോട് സംസാരിക്കുമ്പോഴുള്ള റെഫറൻസ് ഒഴിച്ചാൽ ദൈവരാജ്യം എന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു ചർച്ചാ വിഷയമേ അല്ല. ഞാനിതെല്ലാം പറയുന്നത് നമ്മൾ പരിചയിച്ച സുവിശേഷങ്ങളുമായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ് യോഹന്നാന്റെ സുവിശേഷം. അതുകൊണ്ട് മത്തായി പഠിച്ചതുപോലെയോ മർക്കോസ് പഠിച്ചതുപോലെയോ ലൂക്ക പഠിച്ചതുപോലെയോ യോഹന്നാൻ പഠിക്കാൻ പറ്റത്തില്ല. ഇത് വേറൊരു ആംഗിളാണ്, മറ്റൊരു വിധത്തിൽ യേശുവിനെ നോക്കി കാണുകയാണ്. അതുകൊണ്ട് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു സുവിശേഷത്തെ നമ്മൾ സമീപിക്കാൻ പോവുകയാണ്. ഒരുപാട് കാര്യങ്ങൾ യോഹന്നാൻ വിട്ടുകളഞ്ഞു. മറ്റൊന്ന്, വിട്ടുകളഞ്ഞത് കൂടാതെ മറ്റ് സുവിശേഷകന്മാർ പറയാത്ത ചില കാര്യങ്ങൾ യോഹന്നാൻ പറയുന്നുണ്ട്. ഒരിടത്ത് വിട്ടുകളഞ്ഞു കുറേ കാര്യങ്ങൾ, മറ്റുള്ളവർ പറയുന്ന പലതും യോഹന്നാൻ ചർച്ച ചെയ്യുന്നില്ല. അതിന് പകരം യോഹന്നാൻ മറ്റൊരു സുവിശേഷത്തിലും കാണാത്ത ചില കാര്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട്. ഒന്നാമത്തേത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഓർത്തെടുത്താൽ മതി. കാനായിലെ കല്യാണം മത്തായിലില്ല, മർക്കോസിലില്ല, ലൂക്കായിലില്ല. അത് യോഹന്നാനെ മാത്രമേ ഉള്ളൂ. മറ്റൊന്ന്,
ബെത്സദായിലെ രോഗശാന്തി. 38 വർഷമായി തളർന്നു കിടന്നവന്റെ അടുത്ത് വന്ന് കുളക്കരയിൽ നിന്ന് ഈശോ സുഖപ്പെടുത്തുന്നത് മറ്റൊരു സുവിശേഷത്തിലുമില്ല, യോഹന്നാനെ മാത്രമേ ഉള്ളൂ. മറ്റൊന്ന് രാജസേവകന്റെ മകനെ സുഖപ്പെടുത്തുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. ജന്മന അന്ധനായവനെ സുഖപ്പെടുത്തുന്നത്, ഇവൻ അന്ധനായി ജനിച്ചത് ഇവന്റെയോ എൻ്റെ മാതാപിതാക്കന്മാരുടെ പാപനിമിത്തം ചോദിക്കുന്ന ആ ജന്മന അന്ധനായവനെ സുഖപ്പെടുത്തുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. മറ്റൊന്ന് പറയാൻ പറ്റും, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാം, ലാസറിനെ ഉയർപ്പിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ സർപ്രൈസിങ് ആയിട്ടുള്ള ഒമിഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ സർപ്രൈസിങ് ആയിട്ടുള്ള അഡീഷൻസും ഉണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, യോഹന്നാന്റെ സുവിശേഷത്തിലെ ചില അധ്യായങ്ങളിൽ ചില വ്യക്തികളുമായുള്ള യേശുവിൻ്റെ സംഭാഷണം, ദീർഘമായ സംഭാഷണങ്ങൾ യോഹന്നാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. വ്യക്തികൾക്ക് പ്രാധാന്യമുണ്ട്. ഉദാഹരണത്തിന് അങ്ങനെ ഒരു വ്യക്തിയാണ് നിക്കോദേമോസ്. നിക്കോദേമോസിനോട് സംസാരിക്കുന്നത് ഒരു ലോങ് പാസേജാണ്. മറ്റൊരു വ്യക്തിയാണ് ആരാണ്? സമറിയാക്കാരി. സമറിയാക്കാരോട് സംസാരിക്കുന്നത് സത്യത്തിൽ സുവിശേഷത്തിലെ ഏറ്റവും വലിയ സംഭാഷണം, ഒരു വ്യക്തിയോട് ഈശോ സംസാരിക്കുന്ന ഏറ്റവും ദീർഘമായ സംഭാഷണം സമറിയാക്കാരിയോട് നടത്തിയ സംഭാഷണമാണ്. ഇപ്പൊ ഇതാണ് മറ്റൊരു പ്രത്യേകത. വേറൊരു പ്രത്യേകത, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഇതിനകത്ത് 7 ഞാൻ പ്രസ്താവനകളുണ്ട്. ഐ ആം സെയിങ് എന്നാണ്. ഐ ആം സെയിങ്. നിങ്ങൾക്കറിയാം, ഞാൻ ജീവന്റെ അപ്പമാണ്, ഞാൻ നല്ല ഇടയനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈശോ പറയുന്ന ഞാൻ പ്രസ്താവനകൾ, ഐ ആം സെയിങ്സ്. അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം ഉണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ. എന്തൊക്കെയാണ്? 1, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. 2, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. 3, ഞാനാകുന്നു വാതിൽ, ഐ ആം ദ ഡോർ. 4, ഞാൻ നല്ല ഇടയനാകുന്നു. 5, മാർത്തയോട് പറയുന്നതാണ്, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. 6, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. 7, ഞാൻ മുന്തിരിച്ചെടി ആകുന്നു. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകൾ. ഇങ്ങനെ 7 ഐ ആം സെയിങ്സ്. നമ്മൾ ഇതൊക്കെ വിശദമായിട്ട് പിന്നീട് പഠിക്കും. ഇതെല്ലാം വളരെ ആഴമുള്ള പ്രസ്താവനകളാണ്. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തില് 7 ഐ ആം സെയിങ്സ് ഏതൊക്കെയാണ്? ഞാൻ ജീവന്റെ അപ്പം, ഞാൻ ലോകത്തിന്റെ പ്രകാശം, ഞാൻ വാതിൽ, ഞാൻ നല്ല ഇടയൻ, ഞാൻ പുനരുത്ഥാനവും ജീവനും, ഞാൻ വഴിയും സത്യവും ജീവനും, ഞാൻ മുന്തിരിച്ചെടിയും. ഇങ്ങനെ 7 ഐ ആം സെയിങ്സ്, ഞാൻ പ്രസ്താവനകൾ. ഇങ്ങനെ 7 എണ്ണം യോഹന്നാന്റെ സുവിശേഷത്തിനുണ്ട്. ഇനി ഞാൻ പറഞ്ഞു, മറ്റു സുവിശേഷങ്ങളിൽ ഈശോയുടെ പരസ്യ ജീവിതത്തിൽ ഈശോ ഗലീലയിൽ നിന്ന് യാത്ര നടത്തി ജെറുസലേമിലെത്തി മരിക്കുന്നു. ഇങ്ങനെയാണ് മറ്റ് സുവിശേഷകന്മാർ യേശുവിൻ്റെ പരസ്യ ജീവിതത്തെ അവതരിപ്പിച്ചത്. എന്നാൽ യോഹന്നാൻ യേശുവിൻ്റെ പരസ്യ ജീവിതത്തെ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈശോ ഇടയ്ക്ക് ഗലീലയിൽ നിന്ന് പെട്ടെന്ന് ജെറുസലേമിലേക്ക് പോകും, അവിടുന്ന് വേഗം തിരിച്ചു വരും, വീണ്ടും ജെറുസലേമിലേക്ക് പോകും, പിന്നെയും തിരിച്ചു വരും, വീണ്ടും ജെറുസലേമിലേക്ക് പോകും. കൂടുതൽ സമയം ഈശോ ചെലവഴിച്ചത്, മറ്റ് സുവിശേഷങ്ങൾ അനുസരിച്ച് കൂടുതൽ സമയം ഈശോ ചെലവഴിച്ചത് ഗലീലയിലാണ്. അല്ലെങ്കിൽ മറ്റ് സുവിശേഷങ്ങൾ കൂടുതലും വിവരിച്ചത് യേശുവിൻ്റെ ഗലീലയിലെ സംഭവങ്ങളാണ്. യോഹന്നാൻ കൂടുതലും വിവരിക്കുന്നത് ഈശോ ജെറുസലേമിലായിരുന്നപ്പോൾ ഉണ്ടായ സംഭവങ്ങളാണ് യോഹന്നാൻ കൂടുതലും വിവരിക്കുന്നത്. ഇനി യോഹന്നാൻ എടുത്തു പറയുന്ന മറ്റു ചില പ്രത്യേകതകൾ, അതിലൊന്ന് ഈശോ യഹൂദന്മാരുടെ പ്രധാനപ്പെട്ട തിരുനാളുകൾക്ക് പോയി സംബന്ധിച്ചപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ മറ്റ് സുവിശേഷങ്ങൾ വിവരിക്കുന്നതിന് വ്യത്യസ്തമായിട്ട് യോഹന്നാൻ വിവരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, കൂടാര തിരുനാളിന് പോയ ഈശോയാണ് തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ പെസഹാ തിരുനാളിന് പോകുമ്പോഴാണ് ദേവാലയം ശുദ്ധീകരിക്കുന്നത്. ഇങ്ങനെ യഹൂദന്മാരുടെ തിരുനാളിന് പോകുന്ന യേശുവിനെ യോഹന്നാൻ അവതരിപ്പിക്കുന്നുണ്ട്. ഇനി ദൈവശാസ്ത്രപരമായി മറ്റ് സുവിശേഷങ്ങളിലുള്ളതിനേക്കാൾ ഒരുപാട് ദൈവശാസ്ത്രമുള്ള സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. അതായത് മറ്റ് സുവിശേഷങ്ങൾ എന്താണ്? കൂടുതലും ധാർമ്മിക പ്രബോധനങ്ങളാണ്, അല്ലേ? 1 മൈൽ ദൂരം പോകാൻ ആവശ്യപ്പെടുന്നു, 2 മൈൽ ദൂരം കൂടെ, ശത്രുവിനെ സ്നേഹിക്കുക, നിന്നെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക, എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരിച്ചു ചോദിക്കരുത്, ചെറിയവനെ നിന്ദിക്കരുത്. മറ്റ് സുവിശേഷങ്ങളിൽ മുഴുവൻ ഇത്തരം ധാർമ്മിക പ്രബോധനങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ അത്തരം പ്രബോധനങ്ങളല്ല, മറിച്ച് ദൈവശാസ്ത്ര പഠനമാണ്. യേശു ആരാണ്? യേശുവും പിതാവും ഒന്നാണ്, ത്രിയേക ദൈവം, പരിശുദ്ധാത്മാവ്. ഇങ്ങനെ ദൈവശാസ്ത്ര വിഷയങ്ങളാണ് യോഹന്നാൻ കൂടുതലും ചർച്ച ചെയ്യുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ.
പറഞ്ഞേ ഹല്ലേലൂയ. ഇനി യോഹന്നാൻ എന്തിന് ഈ സുവിശേഷം എഴുതി? എന്തിന് ഈ സുവിശേഷം എഴുതി? അതാണ് നമ്മൾ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതിന് നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് തന്നെ ഉത്തരവുണ്ട്. നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 20-ാമത്തെ അധ്യായം എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ എന്തിനാണ് യോഹന്നാൻ ഈ സുവിശേഷം എഴുതിയത് എന്ന സൂചന യോഹന്നാൻ തരുന്നുണ്ട്. വായിക്കാം. യോഹന്നാൻ 20-ാം അധ്യായത്തിന്റെ 30-31 വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 30-31 വാക്യങ്ങൾ വായിക്കാം. ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത്, ഇവ തന്നെയും എന്ന് പറഞ്ഞാൽ ഈ സുവിശേഷം എഴുതപ്പെട്ടിരിക്കുന്നത് എന്തിനാണ്? യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ. അപ്പൊ ഈ സുവിശേഷത്തിന്റെ ഇപ്പൊ നമ്മൾ എന്താ സംഭവിക്കുന്ന അറിയാം? ഈ സുവിശേഷം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് 2 തലത്തിൽ വളർച്ച ഉണ്ടാവും. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഇത്. അതായത് 2 തലത്തിൽ നമ്മൾ വളരും. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം വളരും. ഇത് ഉറപ്പാണ്. യോഹന്നാന്റെ സുവിശേഷം പഠിച്ചു കഴിയുമ്പോൾ വിശ്വാസം വളരും. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് മുമ്പ് പലതവണ. നമ്മുടെ നല്ലതണ്ണിയിലെ കാട്ടിലെ ചേട്ടന്മാര് അവര് ഈശോയുടെ സ്നേഹത്തിലേക്കും വിശ്വാസത്തിലേക്കും ആഴപ്പെട്ടത് യോഹന്നാന്റെ സുവിശേഷം 13, 14, 15, 16, 17 അധ്യായങ്ങൾ ആവർത്തിച്ച് വായിച്ചാണ് അവർ കർത്താവിൻ്റെ ശക്തമായ ഒരു അനുഭവത്തിലേക്ക് വന്നത്. എന്ന് പറഞ്ഞാൽ ഈ സുവിശേഷം ആര് വായിച്ചാലും, മനസ്സിരുത്തി വായിച്ചാലും, ഒന്നാമത്തെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഈ സുവിശേഷം എഴുതപ്പെട്ടത് വഴി വിശ്വാസം വളരും. ഇനി കർത്താവ് പറയാണ്, അങ്ങനെ വിശ്വസിക്കുന്നത് വഴി അവൻ്റെ നാമത്തിൽ നമുക്ക് ജീവൻ ഉണ്ടാവും. ജീവൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മണിക്കൂറുകൾ എടുത്ത് വിശദീകരിക്കേണ്ട ഒരു വിഷയമാണ്. അത് സാവകാശം നമ്മൾ എന്താണെന്ന് പഠിക്കും. ജീവൻ ഉണ്ടാവും. അതായത് ഈ യോഹന്നാന്റെ സുവിശേഷം പഠിക്കാൻ തുടങ്ങുന്ന ഒരാള് തുടങ്ങിയതുപോലല്ല 21-ാം അധ്യായത്തുമ്പോൾ അയാളെ തന്നെ കണ്ടെത്താൻ പോകുന്നത്. ഈ ആള്, അതായത് പഠിക്കുന്ന ആള് 1-ാം അധ്യായത്തിൽ നിന്ന് 21-ാം അധ്യായത്തിൽ എത്തുമ്പോൾ ആള് മാറും. അങ്ങനെ അത്രയും പൊട്ടൻഷ്യൽ പവറുള്ള, അത്രയും സ്ഫോടനാത്മകമായ ശക്തിയുള്ള ഒരു സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. അപ്പോൾ പറയുകയാണ്, ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുന്നത് വഴി ജീവൻ ഉണ്ടാകാൻ, നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. അതായത് യോഹന്നാൻ പറയുകയാണ്, മറ്റു സുവിശേഷകന്മാര് വിട്ടുകളഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ സെലക്ട് ചെയ്തതും മറ്റ് സുവിശേഷകന്മാർ ചർച്ച ചെയ്തത് ഞാൻ തൽക്കാലം വേണ്ടെന്ന് വെച്ചതും. അതായത് യോഹന്നാൻ പറയുകയാണ്, ഐ ഹാവ് സെലക്ടഡ് ദീസ് മെറ്റീരിയൽസ് സോ ദാറ്റ് ദ റീഡേഴ്സ് മൈറ്റ് ബിലീവ് ദാറ്റ് ജീസസ് ഈസ് ദ ക്രൈസ്റ്റ് ആൻഡ് the Son of the living God, and thereby believing this the readers might have life eternal in his name. യോഹന്നാൻ പറയുകയാണ്, ഞാൻ ഈ മെറ്റീരിയൽ എല്ലാം ഞാനിതെല്ലാം കളക്ട് ചെയ്ത് അവതരിപ്പിക്കുന്നത് വായനക്കാർക്ക് ഇത് വായിക്കുന്നത് വഴി യേശു ദൈവപുത്രനാണെന്ന് വിശ്വാസം ഉണ്ടാകുന്നതിനും അങ്ങനെ ആ വിശ്വാസം വഴി അവർക്ക് ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം എഴുതിയിരിക്കുന്നത്. അപ്പോൾ പർപ്പസ് ഓഫ് റൈറ്റിംഗ്, ഈ ഗ്രന്ഥരചനയുടെ ഉദ്ദേശം എന്താണ്? വിശ്വാസം, ജീവൻ. എന്തൊക്കെയാണ്? വിശ്വാസം, ജീവൻ. അതുകൊണ്ട് ഓരോ പാസേജും പഠിച്ചു കഴിയുമ്പോൾ വിശ്വാസവും വർദ്ധിക്കും, ജീവനും വർദ്ധിക്കും. യോഹന്നാൻ 10:10 പറയുന്നുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ഐ കെയിം ടു ഗിവ് യു ലൈഫ് ആൻഡ് ലൈഫ് ഇൻ അബണ്ടൻസ്. ജീവന്റെ സമൃദ്ധിയിൽ തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സുവിശേഷം പഠിക്കുന്നത് വഴി ജീവനുണ്ടാവും, വിശ്വാസം വളരുകയും ചെയ്യും. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, യോഹന്നാന്റെ സുവിശേഷം പഠിക്കാനും അതുവഴി വിശ്വാസം വർദ്ധിക്കാനും ജീവൻ വെളിപ്പെടാനും ഞങ്ങളെ അവിടുന്ന് കൃപയും സഹായവും വെളിപാടും തന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും
പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.